നല്ല ക്ലോക്ക്. നല്ല സമയമാണോ? എന്ത് തോന്നുന്നു അഖിൽ മാരാന്റെ സമയം? എന്ത് നിങ്ങൾക്ക് രണ്ട് കയ്യില് വാച്ചൊക്കെ കെട്ടി അങ്ങനെ വേണ്ടല്ലോ, വലിയ വാച്ച് മതിയല്ലോ, വലിയൊരു ക്ലോക്ക്. അതിന് നല്ല സമയമാണോ അഖിൽ മാരാർ താങ്കളുടെ? ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു നീ ആവർത്തിച്ച് നീ ചോദിച്ചില്ലേ എന്തിനാ ഇവിടെ ഫ്ലാറ്റ് വാങ്ങിയത്. ഞാൻ 2014 സിനിമയുമായി എടുക്കാൻ വേണ്ടി വന്നിട്ട് റെന്റിന് താമസിക്കാൻ വേണ്ടി വന്ന ഫ്ലാറ്റ് ആയത്. അന്നാണ് തോന്നുന്നു ഈ ഫ്ലാറ്റ്. അന്നത് അസോസിയേഷൻ ഒന്നും ആയിട്ടില്ല. ഈ ബിൽഡിങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് 2014 വരുന്നത്. അന്ന് മലയാള സിനിമയിൽ ഒരു നടനെടുത്ത് കഥ പറഞ്ഞിട്ട് ഡയറക്ഷൻ ചെയ്യാനൊന്നും പ്ലാനില്ല. എൻ്റെ സ്ക്രിപ്റ്റ് വേറെ ആരെങ്കിലും കൊണ്ട് ഡയറക്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൻ്റെ പിന്നാലെ വന്ന് ഏതാണ്ട് ഒരു 8 മാസക്കാലം അന്നൊരു പ്രൊഡ്യൂസറൊക്കെ ആയി. അതിൻ്റെ പേരിൽ നടന്ന് ഞാനും ഈ പറഞ്ഞ ഹരി ഞങ്ങൾ 3 പേരോട് അന്ന് ഇവിടെ താമസിക്കുന്നത്. ഹരീഷ് എന്ന് മറ്റേ ഇവിടെ പഠിക്കുകയായിരുന്നു, അവന് നേവി ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു അവസാന സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഫ്ലാറ്റിനകത്ത് ഇരിക്കുമ്പോഴാണ് രാത്രി ഇവളുടെ അമ്മയുടെ കോൾ വരുന്നത്. ഇവളുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഒരു കാര്യം ഞാൻ പറയാം, മേലാൽ ഇനി നീ എൻ്റെ വീട്ടിൽ വരാനോ നിന്റെ അച്ഛൻ എന്നെ വിളിക്കാനോ പാടില്ല. ഞാൻ പറഞ്ഞു പന്ന എന്ന്. ചുമ്മാ ഇത്രയും നാൾ ഞാൻ വന്നു, ഇത്രയും നാൾ നമ്മളവിടെ വരിക സഹകരിക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇയാള് വരുന്നു, നമ്മള് കാണുന്നു, സഹകരിക്കുന്നു. വളരെ ഞാനവിടെ വരുന്നതിന് മുമ്പ് മറ്റേ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി വെക്കുന്നു. ചെമ്പാ പുട്ട് വെച്ചിട്ട്, ചെമ്പാ പുട്ടുപൊടി വെച്ചിട്ട്, മോനെ നിനക്ക് ഇഷ്ടപ്പെട്ട പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ എവിടാടോ എന്ന് ചോദിച്ച് വിളിച്ച ആളൊരു പെട്ടെന്നൊരു സുപ്രഭാതി വരണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാകുന്ന ആ രാത്രിയിൽ എനിക്ക് ഇവിടുന്ന് ദേഷ്യം എനിക്കെന്ന് വെച്ചാൽ സംസാരിച്ച് ബഹളമായി. അച്ഛനെ വിളിച്ചപ്പോഴത്തേക്ക് എന്തോ അച്ഛനും ഇവളുടെ അമ്മയും കൂടെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അതിൻ്റെ പുറത്തേക്ക് ഇവിടുന്ന് വിളിക്കുന്നതാ. ഇന്നലെ വിളിക്കതാ കാറിയിരുന്നു. അവിടെ അടങ്ങി അതി കറങ്ങിയുണ്ടല്ലോ ഇവിടെ വിളിക്കതാ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ഗ്ലാസ് അങ്ങ് ഇടിച്ച് പൊട്ടിച്ചു. കാര്യം ഫോണിൽ കാര്യം പറഞ്ഞിരിക്കുകയല്ലേ. ഈ ബിൽഡിങ്ങിലെ ആ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിന്റെ ഒരു ഗ്ലാസ് അങ്ങ് ഇടിച്ച് പൊട്ടിച്ച് കൈയെല്ലാം മുറിഞ്ഞ് എനിക്ക് എൻ്റെ ദേഷ്യം കയറി വന്നു. അവിടെ നിന്ന് ഹരീഷിന്റെ ഒരു കാർ എടുത്തുകൊണ്ടാണ് ഇവിടെ രാത്രി വന്ന് കയറി ഇവിടെ വിളിച്ചിറക്കുന്നത്. അങ്ങനെ സംഭവം ഞാൻ കഥ പറഞ്ഞായിരുന്നല്ലോ. പിന്നീട് ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി മാറുന്നു. അതിനുശേഷം 2020 സിനിമ കഴിഞ്ഞു. ഞാൻ ഫിലിം ഡയറക്ടറൊക്കെ ആയി. ഞാൻ വീട്ടിൽ കച്ചവടമൊക്കെ ചെയ്യുന്നതിന്റെ അപ്പം ഇവളുടെ വീട്ടിൽ വീണ്ടും നമ്മൾ താമസിക്കാൻ വരുന്നു. വീണ്ടും അവിടെ ചാശി പ്രശ്നങ്ങൾ ബഹളമായി. ഇറങ്ങി പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇറക്കി വിടുന്നു, ഇറങ്ങി പോകുന്നു. അന്ന് പിന്നെ പ്രാവശ്യം ഒറ്റയ്ക്ക് പോകുന്നില്ല, കുടുംബമായിട്ട് ഇറങ്ങി പോകുന്നു. എങ്ങോട്ട് വരുന്നല്ലോ. ഇവക്ക് പിന്നെ എന്തോന്ന് സംഭവിച്ചാൽ ആകി പോകി ജാഗി ആർക്കറിയാം. എവിടെ പോകുന്നു, കയ്യിൽ 5 പൈസ ഉണ്ടോ, എവന്റെ കൂടെ ഇറങ്ങിപ്പോയ എന്തോ മനസ്സിൽ അങ്ങനാന്നല്ലോ. അയ്യോ അത് വെട്ടാൻ വരുന്ന പോത്തിന്റെ മുമ്പ് നെഞ്ചും പിരിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് കോൺഫിഡൻസ് അല്ല, തലയ്ക്ക് വിവരമല്ല. ഇനി വിവരം ബോധമുള്ളവർ ചെയ്യത്തില്ല. ഇവർക്ക് അത് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്, ബുദ്ധി ഉദിച്ചിട്ടില്ല.